മീനച്ചിൽ പദ്ധതി പുനരാരംഭിക്കാനുള്ള ജലവിഭവ വകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ. ഒരു പ്രദേശത്തെയാകെ ഊഷരഭൂമിയാക്കുന്ന പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ച മീനച്ചിൽ പദ്ധതി പുനരാരംഭിക്കുവാനുള്ള ജലവിഭവ വകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. മീനച്ചിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള വാപ്കോസ് ലിമിറ്റഡുമായി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പിട്ടതോടെയാണ് മൂവാറ്റുപുഴയാടിന് ഭീഷണിയാകുന്ന മീനച്ചിൽ പദ്ധതി നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ രംഗത്തെത്തിയത്. പദ്ധതി മൂവാറ്റുപുഴയാടിനെ സാരമായി ബാധിക്കുമെന്നും മൂവാറ്റുപുഴയാടിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നതിലൂടെ വൻ പ്രത്യാഘാതങ്ങൾ ഈ മേഖലകളിൽ സൃഷ്ടിക്കുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. മൂവാറ്റുപുഴ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മീനച്ചിലാറിലോട്ടുള്ള മലങ്കര ഡാമിൻ്റെ ഡ്രെയിനേജ് വരുന്ന വെള്ളം അത് മൂവാറ്റുപുഴയിൽ വരുന്നതിന് പകരം മീനച്ചിലാറിലോട്ട് ഒഴുക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അന്ന് ആ ഒരു സംവിധാനം വന്നപ്പോൾ തന്നെ മൂവാറ്റുപുഴയിലെ സർവ്വ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനങ്ങളും അടക്കം സംഘടനകളുമെല്ലാം ആ ഒരു മീനച്ചിലാർ പദ്ധതിക്ക് എതിരെ വരികയും, കാരണം ആ പദ്ധതി വന്നാൽ മൂവാറ്റുപുഴയിൽ ഇപ്പോഴുള്ള പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മലങ്കരയിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ആ ജനറേറ്ററിൽ നിന്ന് വരുന്ന വെള്ളം, ഡ്രെയിൻ വരുന്ന വാട്ടറുകളാണ് അവിടെ വരുന്നത്. ആ വെള്ളം കൂടി മൂവാറ്റുപുഴയിൽ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മൂവാറ്റുപുഴയുടെ പരിസരത്തുമുള്ള ആയിരക്കണക്കിന് കുടുംബാംഗങ്ങളും ആയിരക്കണക്കിന് വരുന്ന സ്ഥാപനങ്ങളിലും ഇവിടെയുള്ള നിരവധി ഹോസ്പിറ്റലുകൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും താറുമാറുകയും എല്ലാ കിണറുകളും ഇപ്പോൾ തന്നെ ഈ മഴക്കാലം ഇത്രയും പെയ്തിട്ട് മൂവാറ്റുപുഴ ടൗണിലെ കിണറുകളെല്ലാം വറ്റി വരളുന്ന അവസ്ഥയിലാണ്. പൊതുവേ മൂവാറ്റുപുഴയിൽ എല്ലാം കൊണ്ടും ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മൂവാറ്റുപുഴയിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് മൂവാറ്റുപുഴ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ മൂവാറ്റുപുഴയിൽ വന്ന് താമസിക്കുന്ന ആളുകൾ കൂടി മൂവാറ്റുപുഴയിൽ വെള്ളമില്ലാണ്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയുടെ പ്രശസ്തിയും മൂവാറ്റുപുഴ ജനങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലോട്ട് പോകുന്ന ഒരു പദ്ധതിയായി മീനച്ചിലാർ മാറും. അതുകൊണ്ട് മൂവാറ്റുപുഴ സർവനാശം സംഭവിക്കുന്ന മീനച്ചിലാർ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ, മൂവാറ്റുപുഴ സകല എല്ലാ ജനവിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമരഭൂമികളിലോട്ട് ഇറങ്ങാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം കൂടിയ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കടക്കം ജലവിഭവ വകുപ്പ് മന്ത്രികൾക്കടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മീനച്ചിലാർ പദ്ധതിക്കെതിരെയുള്ള സമരമുഖങ്ങൾ മുന്നോട്ട് പോയാൽ മൂവാറ്റുപുഴയിലെ മർച്ചന്റ് അസോസിയേഷൻ ഉണ്ടാകും എന്ന് ഞങ്ങളോട് അറിയിക്കുക. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി മുൻപോട്ടു പോകുമെന്നും അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ് തൊടുപുഴ.